ഗവർണർ പദവിയിലിരുന്ന് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ തന്നെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തിട്ടുള്ളത്. തൻ്റെ അധികാരത്തിനപ്പുറമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയും ഒരു ഗവർണർ പറയുന്നതിനപ്പുറത്തേക്കുള്ള രാഷ്ട്രീയ പ്രതികരണങ്ങൾ തുടർച്ചയായി നടത്തുകയും തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ ആ രൂപത്തിൽ ഭരിക്കാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ ഗവർണറുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്നലെ സഭയിൽ കണ്ടത്. നയപ്രഖ്യാപന പ്രസംഗം ഈ രൂപത്തിൽ ചുരുക്കിക്കൊണ്ട് സഭയെ അവഹേളിക്കുകയായിരുന്നു എന്നുള്ള അഭിപ്രായം പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും ഒരുപോലെയുണ്ട്. ഗവർണർ അവഹേളിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ തുടർച്ചയാണ് ഇന്നിപ്പോൾ നമ്മൾ റിപ്പബ്ലിക് ദിന പരേഡിൽ കണ്ടത്. നമ്മൾ ഈ പറഞ്ഞ പോലെ രാവിലെ മോർണിംഗ് ഷോ ചെയ്യുന്ന സമയത്താണല്ലോ 10-20-25 മിനിറ്റോളം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതിരിക്കുന്നു. ആദ്യം നമസ്തേ പറയുന്നുണ്ട് മുഖ്യമന്ത്രി. അപ്പോൾ ഗവർണർ തിരിഞ്ഞു നോക്കുന്നില്ല. തിരിച്ചു പോകുമ്പോൾ ഗവർണർ കൈകൂപ്പുമ്പോൾ മുഖ്യമന്ത്രി തിരിച്ചു പോകുന്നില്ല. ഇതിനിടയ്ക്ക് തൊട്ടപ്പുറത്തിരുന്ന ശിവൻകുട്ടി ഇപ്പോൾ മുഖ്യമന്ത്രി മുഴുവൻ സമയവും ഇപ്പുറത്തേക്ക് തിരിഞ്ഞ് ശിവൻകുട്ടിയോട് സംസാരിക്കുകയാണ്. ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി അതാണ് കണ്ടത്.